ഗായ്സ് നമ്മൾ ഒന്നല്ല അമ്പലത്തിൽ പോകണം. അങ്ങനെ നമ്മളിത് ഉദയനാവരത്ത് അമ്പലത്തിലെത്തിയിരിക്കുകയാണ് മുരുകനെ കാണാൻ. ഇവിടെ ഇന്ന് കാർത്തികോത്സവമാണ്. അപ്പം ഞാനും അമ്മയും കൂടിയാണ് ഇന്ന് അമ്പലത്തിൽ വന്നിട്ടുള്ളത്. അപ്പം അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര നൊസ്റ്റാൾജിക് കുറേ മെമ്മറികളുള്ള എന്താ പറയുക നല്ല നല്ല ഓർമ്മകളുള്ള ഒരു അമ്പലവും കാര്യങ്ങളാണ്. കാരണം നമ്മുടെ വീട് ഇവിടെ അടുത്താണ്. അപ്പം കുട്ടിക്കാലത്ത് ഇങ്ങനെ അമ്പലത്തിൽ വരും. അപ്പം അതിൻ്റെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുക പറയുകയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ വന്നപ്പോൾ ഇവിടെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കേട്ടു. അങ്ങനെ നമ്മളിത് അമ്പലത്തിന്റെ പുറത്തു നിന്നൊക്കെ തൊഴുതു. നമ്മളെത്തിയപ്പോൾ നട അടച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ വേറെ അമ്പലത്തിലും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തൊഴുതു. ഇതേവിടെ അന്നദാനമൊക്കെ നടക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ അമ്പലമൊക്കെ വലം വെച്ചു. ഞാനാണെങ്കിലും ചെറുതിലെ 1-2 പ്രാവശ്യമാണ് അമ്പലത്തിൽ വന്നിട്ടുള്ളത്. അപ്പം എനിക്ക് അന്ന് വന്നതിന് ശേഷം ഇപ്പോൾ വരുമ്പോഴുള്ള ഒരു ഇതുണ്ടല്ലോ, ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ നമ്മൾ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ മകനെ കണ്ടതിന് ശേഷം നമ്മൾ അച്ഛനെ കാണാൻ പോവാണ്. അപ്പോൾ നമ്മൾ വൈക്കത്ത് അമ്പലത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ വൈക്കത്തഷ്ടമി തുടങ്ങിയിട്ട് ഇന്നാണ് വരുന്നത്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. നമ്മുടെ അഷ്ടമി ഇങ്ങനെ എത്തി. എന്താ പറയുക, അഷ്ടമി നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നദാന പ്രഭുവിൻ്റെ മണ്ണിൽ ആരും തന്നെ വിശന്നിരിക്കാറില്ല. 365 ദിവസവും അന്നദാനം നടക്കുന്ന ഒരിടമാണിവിടം. പരശുരാമൻ സ്ഥാപിച്ച 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. ശ്രീ പരമേശ്വര ഭഗവാൻ ശ്രീ പാർവതീദേവിയോടൊപ്പം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഇടം. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ സദാശിവ സങ്കല്പത്തിലുള്ള ഭഗവാനാണ്. ശാന്തഭാവം നിറഞ്ഞ ഭഗവാൻ ഇവിടെ കിഴക്കോട്ട് ദർശനമായി വാഴുന്നു. ഒരു ദിവസം 3 ഭാവങ്ങളിലാണ് ഭഗവാൻ ദർശനം നൽകുന്നത്. വ്യാഖ്യാപാദ മഹർഷിക്ക് ഒരു വൃശ്ചിക മാസത്തിൽ കറുത്ത പക്ഷത്തിലെ അഷ്ടമി ദിവസത്തിൽ 7:30 വെളുപ്പിന് ശിവഭഗവാൻ പാർവതി സമേതനായി അദ്ദേഹത്തിന് ദർശനം നൽകിയ ദിവസമാണ് വൈക്കത്തഷ്ടമിയായി ആചരിക്കുന്നത്. 12 ദിവസം നീണ്ടു നിൽക്കുന്ന വൈക്കത്തഷ്ടമിക്കൊടുവിൽ അങ്ങ് വടക്ക് നിന്നും മകനായ മുരുകനും ദേശത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും സഹോദരങ്ങളും എത്തുന്നു. അഷ്ടമി രാത്രിയിലെ വിടപറച്ചിൽ നേരം അങ്ങ് വടക്കേ ഗോപുരത്തിൽ നിന്നും അച്ഛനും മകനും വിതുമ്പുന്ന സമയം നാടൊട്ടാകെ ദേശമൊട്ടാകെ വിതുമ്പുന്ന കാഴ്ചയാണ് നമുക്ക് വിങ്ങലോടെ കാണാൻ സാധിക്കുക. ശേഷം ആ അച്ഛനും മകനും ആ ജനസാഗരം മുഴുവൻ അടുത്ത അഷ്ടമിക്കായി കാത്തിരിക്കാം, കാണാമെന്ന ആഗ്രഹത്തിൽ പിരിയുന്നു. അപ്പൊ നമ്മുടെ അഷ്ടമി ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ദേശത്തിന്റെ ഏത് കോണിലാണെങ്കിലും നമ്മുടെ ഈ വൈക്കത്തേക്ക് ഇങ്ങ് ഓടി വായോ, നമുക്ക് അഷ്ടമി കൂടാം, അടിച്ചു പൊളിക്കാം. ഒരുപാട് പരിപാടികളും ഒരുപാട് കാഴ്ചകളും ഒക്കെ നമ്മുടെ വൈക്കത്ത് എല്ലാവർക്കായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അഷ്ടമി അടിച്ചു പൊളിക്കാം. പിന്നെ അഷ്ടമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് അഷ്ടമി പൂക്കള്. പെൺകുട്ടികൾക്കറിയാം, പിച്ചി, മുല്ലയും, ജമന്തി, അങ്ങനെ ഒരുപാട് പൂക്കളുണ്ട്. അപ്പൊ എന്തോ ആട്ടെ, നമുക്ക് അഷ്ടമി അടിച്ചു പൊളിക്കാം. അപ്പൊ വൈക്കംകാരും വൈക്കത്ത് വന്നിട്ടുള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. ബൈ, ഞാൻ പോകുന്നു.